ലോകം ഒരു വൻ മാറ്റത്തിന്റെ മുനമ്പിലാണ് എത്തി നിൽക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാന്റെ ആണവ ഹൃദയത്തെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അഗ്നിവർഷത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുമ്പോൾ, മറുവശത്ത് ഗസയെ രണ്ടായി കീറിമുറിച്ച് പലസ്തീന്റെ ഭൂപടം തന്നെ മായ്ച്ചു കളയാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വിനാശകരമായ പീസ് പ്ലാൻ ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ഇതിനിടയിൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ചൈനീസ് ഡ്രാഗൺ രക്ഷയ്ക്കായി ഇന്ത്യയുടെ കാൽക്കൽ വീഴുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത ബംഗ്ലാദേശ് അതിർത്തികളിൽ ജമാഅത്തെ ഇസ്ലാമി വേരുറപ്പിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. ഒപ്പം മനുഷ്യത്വം മരവിക്കുന്ന താലിബാന്റെ പുതിയ നിയമങ്ങൾ അഫ്ഗാൻ സ്ത്രീകളുടെ ജീവിതം നരകതുല്യമാക്കുന്നു. ഭൗമരാഷ്ട്രീയത്തിലെ ഈ കൊടുങ്കാറ്റുകൾ ഇന്ത്യയെയും ലോകത്തെയും എങ്ങോട്ടാണ് നയിക്കുന്നത്? നോക്കാം. വെൽക്കം ടു ലൂക്ക. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു സമാധാന ചർച്ചയല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ഭൂപടം തന്നെ മായ്ച്ചു കളയാനുള്ള ഒരു വമ്പൻ നീക്കമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് ഗസയിൽ നടപ്പിലാക്കാൻ പോകുന്ന ആ പ്ലാൻ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ അത് സമാധാനമാണോ അതോ ലോകത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലാണോ? ചില റിപ്പോർട്ടുകൾ പ്രകാരം പലസ്തീൻ ഇനി പഴയതുപോലെ ആകില്ല. ഗസയെ രണ്ടായി ഭാഗിക്കാനും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കാനും ട്രംപിന്റെ പ്ലാൻ വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഈ സംഭവം അല്പം സീരിയസ് ആണ്. എന്താണ് ഈ പദ്ധതിയിലെ അപകടങ്ങൾ? ട്രംപ് ശരിക്കും എന്താണ് പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ഗാസ എന്ന കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. ട്രംപിന്റെ പ്ലാൻ നടപ്പിലാക്കിയാൽ ഗസ രണ്ട് കഷ്ണങ്ങളാകും. ഒന്ന്, ഇസ്രായേലിന്റെ കടുത്ത സെക്യൂരിറ്റി കൺട്രോളിലുള്ള ഒരു സാനിറ്റൈസ്ഡ് എൻക്ലേവ്. അവിടെ രാഷ്ട്രീയം ഉണ്ടാകില്ല, ആയുധങ്ങൾ ഉണ്ടാകില്ല, എല്ലാം ഇസ്രായേലിന്റെയും US-ന്റെയും നിരീക്ഷണത്തിലായിരിക്കും. അവിടെ ഭരണം നടത്താൻ ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിയും വരും. ജെയറഡ് കുഷ്ണർ അടുത്തിടെ ദവോസിൽ അവതരിപ്പിച്ച പ്ലാൻ പ്രകാരം ഗസയെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് പോലെയാണ് കാണുന്നത്. അതായത് ഈ ദുബായ് ഒക്കെ പോലെ വലിയ ബിൽഡിംഗ്സും ബീച്ച് റിസോർട്ടുകളും ഒക്കെ വരും. കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ ഇതിലൊരു വമ്പൻ ക്യാച്ച് ഉണ്ട്. മാത്രമല്ല, പലസ്തീനുകളുടെ അവകാശങ്ങളോ അവരുടെ വികാരങ്ങളോ പരിഗണിക്കാതെയാണ് ഈ ഒരു ബിസിനസ് മോഡൽ ഗസയിൽ അടിച്ചേൽപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗസ ഒരു ആധുനിക നഗരമായി മാറുമായിരിക്കാം, പക്ഷേ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടും. അടുത്ത വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് ആണ്. അന്താരാഷ്ട്ര സമൂഹം എപ്പോഴും പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്നാണ്. അതായത് ഇസ്രായേലിനൊപ്പം ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം. പക്ഷേ ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേൽ അവിടെ പുതിയ സെറ്റിൽമെന്റുകൾ പണിയുന്നതും ഭൂമി പിടിച്ചെടുക്കുന്നതും ട്രംപ് തടയില്ലെന്ന് പലസ്തീൻ നേതാക്കൾ ഭയപ്പെടുന്നു. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് ആണ്. ട്രംപ് തന്നെ ചെയർമാനായ ഒരു ബോർഡാണ് ഇനി ഗസയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. ഇതിൽ ടോണി ബ്ലെയറിനെ പോലെയുള്ള വമ്പന്മാരുണ്ട്. പലസ്തീൻ അതോറിറ്റിയെ സൈഡാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ബോർഡ് ഭരണം ഏറ്റെടുക്കുന്നത് പലസ്തീൻ നാഷണലിസത്തിന് കിട്ടുന്ന വലിയൊരു അടിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്. ട്രംപിനെ പിണക്കാൻ ആർക്കും താല്പര്യമില്ല. ട്രംപിന്റെ ഓരോ നീക്കവും ഒരു മുന്നേറ്റം പോലെയാണ്. അതായത് മുന്നിൽ വരുന്നതിനെ എല്ലാം തകർത്ത് മുന്നേറുന്ന ആ ഒരു ആ പോളിസികളെ തടഞ്ഞു നിർത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. പക്ഷേ ഈ പ്ലാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഒരു സ്വതന്ത്ര പലസ്തീൻ എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതെയാകും. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഗസയിലെ വെടിനിർത്തൽ ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബന്ദികളെ കൈമാറുന്ന പ്രക്രിയ പൂർത്തിയായതോടെ ഇനി വരുന്നത് പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണ്? പലസ്തീനുകൾക്കാണോ അതോ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്കാണോ? ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് ഒരു മുന്നറിയിപ്പ് വരുന്നത്. പലസ്തീൻ ജനതയെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കാതെ അവരെ വിഭജിക്കാനാണ് ആ പ്ലാൻ ശ്രമിക്കുന്നത്. സൗദി അറേബ്യയും ഖത്തറും ഈജിപ്തും എല്ലാം ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അല്ലെങ്കിൽ പലസ്തീൻ എന്ന രാജ്യം വെറും ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ ഈ പീസ് പ്ലാൻ ശരിക്കും സമാധാനത്തിനാണോ അതോ ലാഭത്തിനാണോ? ഗസയിൽ ഇനി ഒരു സമാധാനം ഉണ്ടാകുമോ അതോ ഈ വിഭജനം പുതിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കുമോ? ഇതിന് മറുപടി കാലം പറയും. പക്ഷേ ഒന്നുറപ്പാണ്, ട്രംപ് മാറ്റി വരയ്ക്കുന്നത് ലോക ഭൂപടം തന്നെയാണ്. ഭയത്തിന്റെ വിറയിൽ മാറ്റാൻ ഇന്നും പാകിസ്ഥാൻ സൈന്യം പാടുപെടുന്ന ആ രാത്രിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആകാശത്ത് സുഖോയും റഫാലും ഇടിമിന്നൽ പോലെ പാഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ അഹങ്കാരമായിരുന്ന കിരാന കുന്നുകൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. പക്ഷേ ചരിത്ര പുസ്തകങ്ങളിലോ വാർത്തകളിലോ ഈ കഥ നിങ്ങൾ കാണില്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും രഹസ്യാത്മകവും എന്നാൽ അത്യന്തം മാരകവുമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് ഒരു തീവ്രവാദി ക്യാമ്പല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആണവ സ്ഥിര കേന്ദ്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ വ്യോമസേന അതീവ രഹസ്യമായി നടത്തിയ ആ സൈലന്റ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ചുരുളഴിയുകയാണ്.
പ്രശസ്ത ചരിത്രകാരൻ ടോം കൂപ്പർ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേട്ടാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കും. എന്താണെന്ന് രാത്രി കിരാന കുന്നുകളിൽ ശരിക്കും സംഭവിച്ചത്? പാകിസ്ഥാന്റെ ആണവ സ്വപ്നങ്ങളെ ഇന്ത്യ തകർത്തത് എങ്ങനെയാണ്? വെൽക്കം ടു ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഓപ്പറേഷൻ സിന്ധു. ആദ്യം തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് നോക്കാം. പാകിസ്ഥാൻ പഞ്ചാബിലെ സർദോഗ ജില്ലയിലുള്ള കിരാന കുന്നുകൾ, കിരാന ഹിൽസ്. ഇതൊരു സാധാരണ മലനിരയല്ല. പാകിസ്ഥാന്റെ ആണവ പദ്ധതികളുടെ സിരാ കേന്ദ്രമാണിത്. 1980-കൾ മുതൽ അവർ അവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മലകൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ടണലുകളും അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ്, ഭൂഗർഭ അറകളും ഒക്കെ ഏത് വലിയ ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ അഹങ്കാരം. തങ്ങളുടെ ആണവായുധങ്ങളും മിസൈലുകളും ഒക്കെ അവിടെ സേഫ് ആണ് എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ പേൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണം ഇന്ത്യയുടെ ക്ഷമയുടെ പരിധി ലംഘിച്ചു. കേവലം ഒരു തീവ്രവാദി ക്യാമ്പ് തകർക്കുന്നതിന് പകരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അസറ്റ് തന്നെ തകർക്കാൻ ഇന്ത്യൻ സൈനിക നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ടോം കൂപ്പറിന്റെ നിരീക്ഷണത്തിൽ ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ ആണവ പ്രഹരശേഷിയെ നിശ്ചലമാക്കുക എന്നതായിരുന്നു. ഇനി ഈ ഓപ്പറേഷന്റെ സാങ്കേതിക വശം നോക്കിയാൽ നമുക്ക് അഭിമാനം തോന്നും. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ടോപ്പ് ടിയർ ആയുധങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഒന്ന് സുഖോയ് 30 MKI, ആകാശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സുഖോയ് വിമാനങ്ങൾ അണിനിരന്നു. ബ്രഹ്മോസും റാംപേജ് മിസൈൽസും. സുഖോയിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ പാകിസ്ഥാന്റെ റേഡാർ സംവിധാനങ്ങളെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ചാരമാക്കി മാറ്റുകയായിരുന്നു. ഇനി റഫാലും സ്കാൽപ്പും. നമ്മുടെ പുതിയ കരുത്തായ റഫാലിൽ നിന്ന് വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ ഭൂഗർഭ അറകളുടെ കവാടങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇതൊരു മൾട്ടി ലെയർ ആക്രമണമായിരുന്നു. ജാഗോർ വിമാനങ്ങൾ കൂടി റാംപേജ് മിസൈലുകളുമായി ചേർന്നപ്പോൾ കിരാന കുന്നുകൾക്ക് മുകളിൽ അഗ്നിവർഷം തന്നെ നടന്നു. ശത്രുവിന്റെ ഒരു വിമാനം പോലും ആകാശത്തേക്ക് ഉയരാൻ ഇന്ത്യ അനുവദിച്ചില്ല. ഇത്രയും പ്രിസിഷൻ ഉള്ള ഒരു ഓപ്പറേഷൻ ലോക സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്രയും വലിയൊരു ആക്രമണം നടന്നിട്ടും ഇന്ത്യ എന്തുകൊണ്ട് ഇത് ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല? ഇതിനെയാണ് സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി, തന്ത്രപരമായ അവ്യക്തത എന്ന് പറയുന്നത്. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ആക്രമണം നടന്നില്ല എന്ന് വാദിക്കുന്നത് എന്നാണ് ടോം കൂപ്പർ പറയുന്നത്. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ അന്ന് മിസൈൽ പാതകളുടെ ദൃശ്യം നിറഞ്ഞിരുന്നു. പക്ഷേ ഒരു ആണവ രാഷ്ട്രത്തിന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന് സമ്മതിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. അതൊഴിവാക്കാനാണ് ഇന്ത്യ മൗനം പാലിക്കുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാനോ? തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം ഇന്ത്യ തകർത്തു എന്ന് സമ്മതിക്കുന്നത് അവർക്ക് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് അവരും അത് രഹസ്യമാക്കി വെച്ചു. ഇരു രാജ്യങ്ങളും പുലർത്തുന്ന ഈ നിശബ്ദത തന്നെയാണ് ആക്രമണത്തിന്റെ ഗൗരവത്തെ അടിവരയിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ സൈനിക ശേഷി കേവലം ഡിഫൻസീവ് മാത്രമല്ല, അത് അതിശക്തമായ പ്രഹരശേഷിയുള്ള ഒന്നാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വിറക്കില്ലെന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ കൈമാറപ്പെട്ടു. കരസേനയും വ്യോമസേനയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും എത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഏകോപിതമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ വിജയം. ആധുനിക മിസൈലുകൾക്ക് മുന്നിൽ പഴയകാല റേഡാർ സംവിധാനങ്ങൾ വെറും നിഴലുകൾ മാത്രമാണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു ദൗത്യം. സംഗതി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക പാരമ്പര്യത്തിലെ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒരു അധ്യായമാണ് ഓപ്പറേഷൻ സിന്ധൂർ. പേൽഗാമിലെ രക്തസാക്ഷികൾക്ക് നൽകിയ ഏറ്റവും വലിയ സൈനിക പ്രണാമം. ശത്രുവിനെ നശിപ്പിക്കുക മാത്രമല്ല, അവരെ നിശബ്ദരാക്കുക എന്നതും യുദ്ധതന്ത്രമാണ്. ഇനി അയൽ രാജ്യങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് കാടായാലും മലയായാലും കുന്നുകൾക്കുള്ളിലായാലും ഇന്ത്യൻ മിസൈലുകളുടെ പ്രഹരപരിധിയിൽ ആരും സുരക്ഷിതരല്ല. ഇന്ത്യൻ മിസൈലുകളുടെ കണ്ണിൽ നിന്ന് ഒളിക്കാൻ സാധിക്കില്ല. നിശബ്ദതയുടെ മറവിൽ നടന്ന ഈ പ്രഹരം വെറും ഒരു തുടക്കം മാത്രമാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു ആ അഗ്നിവർഷം. ഇനി നമ്മുടെ ഒക്കെ പോക്കറ്റിനെയും ഇന്ത്യയുടെ ഭാവിയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. വീഴാൻ പോകുന്നത് ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഡ്രാഗൺ സാമ്രാജ്യമാണോ? പതിറ്റാണ്ടുകളായി ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തിയ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് നിലയില്ലാ കയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ചൈനീസ് വിപണികൾ തകരുമ്പോൾ ചൈനീസ് കമ്പനികൾ തങ്ങളുടെ അവസാന പ്രതീക്ഷയായി നോക്കുന്നത് ആരെയാണെന്നോ? ഇന്ത്യയെയാണ്. പക്ഷേ ഇതാണ് ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ്. നമ്മളെ ശത്രുവായി കണ്ടിരുന്ന ചൈനയ്ക്ക് ഇന്ന് നിലനിൽക്കാൻ ഇന്ത്യയെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇത് ഒരു വെറും സാമ്പത്തിക പ്രതിസന്ധി അല്ല, മറിച്ച് ഏഷ്യയിലെ അധികാര കേന്ദ്രങ്ങൾ മാറുന്നതിന്റെ സൂചന തന്നെയാണ്. ചൈനയുടെ തകരുന്ന ബോട്ടിന് ഇന്ത്യ ഒരു ലൈഫ് ലൈൻ ആകുമോ? അതോ ഡ്രാഗണിനെ വരവേൽക്കാൻ മോദി സർക്കാർ ഒരുങ്ങുന്നത് പുതിയൊരു ചതിക്കുഴിയിലേക്കാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈനയുടെ മുങ്ങുന്ന സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളുമാണ്. നോക്കാം. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചൈന ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്.
പതിറ്റാണ്ടുകളായി ഇരട്ടയക്ക വളർച്ച കണ്ടിരുന്ന ഡ്രാഗൺ രാജ്യം ഇപ്പോൾ വെറും 2.5 മുതൽ 4% വരെയുള്ള വളർച്ചാ നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഈ ഒരു ഇക്കണോമിക് മെൽറ്റ് ഡൗൺ ചൈനീസ് കമ്പനികളെ ഭ്രാന്തമായി പുതിയ വിപണികൾ തേടാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ കണ്ണുകൾ ഇന്ത്യയിൽ ഉടക്കി നിൽക്കുന്നത്. ചൈന നേരിടുന്ന വെല്ലുവിളി നിസ്സാരമല്ല. അവരുടെ ആഭ്യന്തര വിപണി ശരിക്കും തളർന്നു കഴിഞ്ഞു. മുമ്പ് കയറ്റുമതിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ചൈനയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കടുത്ത നികുതി നിയന്ത്രണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇതിന് പുറമെയാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ തകർച്ച. ലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പാദ്യമാണ് അവിടെ ഇല്ലാതായത്. ആളുകളുടെ കയ്യിൽ പണമില്ല, കൺസംപ്ഷൻ കുറഞ്ഞു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ബിസിനസ് നിലനിർത്താനും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയെ പോലെ വലിയൊരു വിപണി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മധ്യവർഗം ചൈനീസ് ടെക് കമ്പനികൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ എല്ലാ മേഖലയിലും ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ ക്യൂ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വെറും ഒരു ലാഭത്തിന് വേണ്ടിയുള്ള നീക്കമല്ല, മറിച്ച് ചൈനീസ് കമ്പനികളുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും PLI സ്കീമുകളുടെയും ഭാഗമാകാൻ ചൈനീസ് കമ്പനികൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചാൽ അവർക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ കൂറ്റൻ വിപണി ലഭിക്കും. രണ്ടാമതായി, പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ അവർക്ക് സാധനങ്ങൾ ലോകം മുഴുവൻ വിൽക്കാൻ സാധിക്കും. ചൈനീസ് കമ്പനികൾക്ക് ഇതൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയ ഗവൺമെന്റ് അപ്ഡേറ്റിലേക്ക് വരാം. 2020 അതിർത്തി തർക്കത്തിന് ശേഷം ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചൈനീസ് നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ ജാഗ്രതയോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. 2020 അതിർത്തിയിലുണ്ടായ ആ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് സർക്കാർ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയിരുന്നു. ഇത് ചൈനീസ് നിക്ഷേപങ്ങളെ വലിയ രീതിയിൽ നിയന്ത്രിച്ചു. എന്നാൽ ഇപ്പോൾ 2026 ഫെബ്രുവരിയിലെ വാർത്തകൾ പ്രകാരം ഇതിൽ ചില ഇളവുകൾ നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല വ്യവസായ സംഘടനകളും ഇപ്പോൾ സർക്കാരിനോട് ഈ കർശന നിയമങ്ങളിൽ ചില ഇളവുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഡി മിനിമിസ് എന്നൊരു പുതിയ ക്ലോസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ തുകയിലുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഓട്ടോമാറ്റിക് അനുമതി നൽകുക. ഇലക്ട്രോണിക്സ്, EV ബാറ്ററികൾ തുടങ്ങിയ മേഖലകളിൽ ചൈനീസ് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനികളുമായി ഇന്ത്യൻ കമ്പനികൾക്ക് സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാൻ അനുമതി ലഭിച്ചേക്കാം. പക്ഷേ ഇതിലൊരു നിബന്ധനയുണ്ട്. ചൈനീസ് പങ്കാളിത്തം 26% പരിമിതപ്പെടുത്തുമെന്നും കമ്പനിയുടെ നിയന്ത്രണം ഇന്ത്യക്കാരുടെ കയ്യിലായിരിക്കണമെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഇനി ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുതെ പണവുമായിട്ടല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയുമായിട്ടുമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രീൻ ടെക് കൂടി അവരുടെ പക്കലുണ്ട്. സോളാർ പാനലുകൾ, EV ബാറ്ററികൾ എന്നിവയിൽ ചൈന ലോക നേതാവാണ്. ഇന്ത്യ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യകൾ നമുക്ക് വലിയ സഹായകമാകും. ഇനി ഇത് വെറും ഒരു നിക്ഷേപമായി മാത്രം മാറരുത്, മറിച്ച് ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് ആ വിദ്യ നമുക്കും കൂടി പഠിപ്പിച്ചു തരണമെന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. എങ്കിലും വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചൈനീസ് ആപ്പുകൾക്കും ടെലികോം ഉപകരണങ്ങൾക്കും നാം ഏർപ്പെടുത്തിയ നിരോധനം അവയുടെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തായിരുന്നു. ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വീഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതോടൊപ്പം തന്നെ വലിയൊരു സുവർണ അവസരവുമാണ്. ചൈനയുടെ തകരുന്ന ബോട്ടിന് ഇന്ത്യ ഒരു ലൈഫ് ലൈൻ ജാക്കറ്റ് ആകുമോ, അതോ ഇന്ത്യ ഈ സാഹചര്യത്തെ മുതലെടുത്ത് ആഗോള നിർമ്മാണ ഹബ്ബായി മാറുമോ? വരും മാസങ്ങളിലെ ഇന്ത്യയുടെ പോളിസി മാറ്റങ്ങൾ ഇതിൽ നിർണായകമാകും. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് അത്ര നല്ല വാർത്തകളല്ല. നമ്മുടെ അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNP വൻ വിജയം നേടിയത് നമ്മൾ കണ്ടു. പക്ഷേ അതിനേക്കാൾ നമ്മളെ ഞെട്ടിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം എന്ന് പറയുന്നത്. 13 വർഷം നീണ്ട രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന ജമാഅത്ത് തിരിച്ചു വരുന്നത് വെറുതെയല്ല. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ മിക്ക സീറ്റുകളും അവർ തൂത്തുവാരിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത്? പശ്ചിമ ബംഗാളിലും അസമിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാകും? ബംഗ്ലാദേശിലെ ഈ വോട്ടിംഗ് പാറ്റേണിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. കണക്കുകൾ നോക്കിയാൽ നമുക്ക് സംഗതിയുടെ ഗൗരവം മനസ്സിലാകും. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതമാണ് ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി സ്വന്തമാക്കിയത്. ഇത്തവണ 299 സീറ്റുകളിൽ മത്സരിച്ച ജമാഅത്തെ ഇസ്ലാമി 68 സീറ്റുകൾ നേടി രണ്ടാമത്തെ വലിയ കക്ഷിയായി മാറി. പക്ഷേ ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഫാക്ട് എന്താണെന്നോ? ഈ 68 സീറ്റുകളിൽ 58 എണ്ണവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ്. നമ്മുടെ പശ്ചിമ ബംഗാൾ, അസം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ഖുൽന, രാജ്ഷാഹി, രംഗ്പൂർ ഡിവിഷനുകളിൽ ജമാഅത്ത് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു.
4096 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അഥവാ റാഡ്ക്ലിഫ് ലൈൻ കടന്നുപോകുന്ന മേഖലകളിൽ ഇത്രയും വലിയൊരു തീവ്ര രാഷ്ട്രീയ സ്വാധീനം വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഖുൽനയിൽ മാത്രം അവർ നേടിയത് 48.26% വോട്ടാണ്. ഇതൊരു നിസ്സാര തിരിച്ചുവരവല്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖലകളിൽ ജമാഅത്ത് നടത്തിയ നിശബ്ദ പ്രവർത്തനം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. രാജ്ഷാഹി, റംഗ്പൂർ, ഖുൽന തുടങ്ങിയ ഡിവിഷനുകളിൽ ജമാഅത്തിന്റെ വോട്ട് വിഹിതം 40% മുകളിലാണ്. പ്രത്യേകിച്ച് ഖുൽനയിൽ അവർ നേടിയത് 48.26% വോട്ട് ഒരു കേഡപാർട്ടി എന്ന നിലയിലുള്ള അവരുടെ തിരിച്ചുവരവിനെ അടിവരയിടുന്ന ഒന്നാണ്. കുഷ്തിയ, മെഹർപൂർ, ചുവാദാംഗ തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ എതിരാളികളെ നിഷ്പ്രഭരാക്കിയാണ് ജമാഅത്ത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്നവയാണ് എന്നത് ഇതിന്റെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അതിർത്തി ഗ്രാമങ്ങൾ പെട്ടെന്ന് ജമാഅത്തിനെ നെഞ്ചിലേറ്റിയത്? അതിന് പിന്നിൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. പൗരത്വ നിയമം, CAA, അതിർത്തി കടന്നുള്ള കുടിയേറ്റം, വിഭവങ്ങൾ പങ്കിടുന്നതിലെ തർക്കങ്ങൾ, ഇതെല്ലാം ജമാഅത്ത് അവിടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. ഇന്ത്യയോടുള്ള വിരോധം വോട്ടുകളാക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതിലുപരി ഗ്രാമീണ മേഖലകളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പേരിൽ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളും അവരെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ചു. നഗരങ്ങളിൽ വികസനം ചർച്ചയാകുമ്പോൾ അതിർത്തികളിൽ ജമാഅത്ത് വിറ്റഴിച്ചത് അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ്. മതപരമായ ഐഡന്റിറ്റിയും ദേശീയവാദവും കൂടിച്ചേർന്നപ്പോൾ അതൊരു വലിയ വോട്ട് ബാങ്കായി മാറുകയായിരുന്നു. ബംഗ്ലാദേശിലെ ഭരണം BNPയുടെ കയ്യിലാണെങ്കിലും സഖ്യകക്ഷിയായ ജമാഅത്തിന്റെ വളർച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ഇന്ത്യയുമായി വിയോജിപ്പുള്ള ഒരു വിഭാഗം അതിർത്തിയുടെ തൊട്ടടുത്ത് അധികാര കേന്ദ്രങ്ങളായി മാറുന്നത് സുരക്ഷാപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ജമാഅത്ത് വിജയിച്ച സീറ്റുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. ബംഗാൾ അതിർത്തിയോട് ചേർന്നുള്ള 36 സീറ്റുകളും അസം അതിർത്തിയോട് ചേർന്നുള്ള 16 സീറ്റുകളും ജമാഅത്തിന് ലഭിച്ചു എന്നത് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അതിർത്തി കടന്നുള്ള തീവ്രവാദം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും വർഷങ്ങളായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ജമാഅത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ഈ സഹകരണത്തിന് എത്രത്തോളം മങ്ങലേൽപ്പിക്കുമെന്നത് ഇനി കണ്ടറിയണം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയുമായി ബംഗ്ലാദേശിലെ സമാധാന അന്തരീക്ഷത്തിന് വലിയ ബന്ധമുണ്ട്. തീവ്ര നിലപാടുകൾ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ ശക്തി അതിർത്തികളിൽ വേരുറപ്പിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചേക്കാം. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ ഈ മാറ്റം പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബംഗ്ലാദേശിലെ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും വലിയ സാമ്പത്തിക അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പിന്നാക്ക അവസ്ഥയെയാണ് ജമാഅത്ത് മുതലെടുക്കുന്നത്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അനുഭവിക്കുന്ന യുവാക്കൾക്കിടയിൽ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവർക്കിടയിൽ മതപരമായ രക്ഷകർതൃത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ മുന്നേറുന്നതാണ്. നഗരങ്ങളിൽ ലിബറൽ ആശയങ്ങൾക്കും അതുപോലെ വികസനത്തിനും പ്രാധാന്യം ലഭിക്കുമ്പോൾ അതിർത്തി ഗ്രാമങ്ങളിൽ അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത്. മതവും രാഷ്ട്രീയവും ചേർത്തുകൊണ്ടുള്ള ജമാഅത്തിന്റെ പ്രവർത്തന രീതി ഗ്രാമീണ ജനതയെ ആകർഷിക്കുന്നതിൽ വിജയിച്ചു. അങ്ങനെ 13 വർഷം അധികാരത്തിന് പുറത്തു നിന്നിട്ടും ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് അവരുടെ അച്ചടക്കമുള്ള സംഘടനാ സംവിധാനത്തിന്റെ തെളിവ് തന്നെയാണ്. BNP എന്ന വലിയ കക്ഷിക്കൊപ്പം നിൽക്കുമ്പോഴും സ്വന്തമായ ഒരിടം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ബംഗ്ലാദേശിലെ ഭൂരിഭാഗം ഡിവിഷനുകളിലും BNP ആധിപത്യം പുലർത്തുമ്പോഴും കൃത്യമായി ഇന്ത്യയുമായുള്ള അതിർത്തികളിൽ മാത്രം ജമാഅത്ത് കരുത്ത് കാട്ടുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം മൊത്തത്തിൽ നോക്കിയാൽ ബംഗ്ലാദേശിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ് എന്ന് വേണം പറയാൻ. ഇതൊരു വെറും ഭരണമാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ ബാലൻസിന്റെ തകർച്ചയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ബംഗ്ലാദേശിലുണ്ടെങ്കിലും ജമാഅത്തിനെ പോലെയുള്ള സംഘടനകളുടെ വളർച്ച ആ പ്രക്രിയയെ മന്ദഗതിയിലാക്കിയേക്കാം. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, മേഖലയിലെ മൊത്തം സമാധാനത്തിനും ഒരു വെല്ലുവിളിയാണ്. അയൽരാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ മാനിക്കുമ്പോഴും അതിർത്തികളിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. തീവ്ര നിലപാടുകൾക്ക് വളക്കൂറുള്ള മണ്ണായി അതിർത്തികൾ മാറുന്നത് തടയാൻ നയതന്ത്രപരമായും സുരക്ഷാപരമായും പുതിയ പാതകൾ കണ്ടെത്തേണ്ടി വരും. ചരിത്രവും ഭൂമിശാസ്ത്രവും ഇത്രമേൽ ഇഴചേർന്ന് കിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാൻ രാഷ്ട്രീയമായ പക്വത അനിവാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉദയം ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. അയൽരാജ്യത്തെ ജനാധിപത്യത്തെ മാനിക്കുമ്പോഴും നമ്മുടെ അതിർത്തികളിൽ രൂപപ്പെടുന്ന ഈ പുതിയ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നത് കണ്ടറിയണം.
മനുഷ്യത്വം മരവിച്ചു പോകുന്നൊരു വാർത്ത. 2026 ഇപ്പോഴും ഒരു പരിഷ്കൃത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന താലിബാന്റെ പുതിയ ശിക്ഷാ നിയമങ്ങൾ കേട്ടാൽ മനുഷ്യനെന്ന് പറയാവുന്നവരുടെ മനുഷ്യത്വം ഉള്ളവരുടെ ചോര തിളയ്ക്കും. താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ ക്രിമിനൽ കോഡ് 2026 ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ അസ്ഥി ഒടിഞ്ഞില്ലെങ്കിൽ ഭർത്താവിന് അവളെ തല്ലാം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ പുതിയ ക്രിമിനൽ കോഡിലെ പച്ചയായ വരികളാണ്. ഇത് മാത്രമല്ല, അടിമത്തം നിയമപരമായി തിരിച്ചു കൊണ്ടുവരികയും സ്ത്രീകളുടെ ശബ്ദം പോലും വീടിന് പുറത്ത് കേൾക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അഫ്ഗാൻ സ്ത്രീകളെ വെറും സ്വത്തായി മാത്രം, സ്ത്രീകളെ വെറും കന്നുകാലികളെ പോലെ കാണുന്ന അവരുടെ നിലവിളികളെ നിയമം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഈ ക്രൂരതയ്ക്ക് താലിബാൻ നൽകുന്ന പേര് സദാചാരം എന്നാണ്. സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഈ ജെൻഡർ അപ്പാത്തീഡ് നിയമങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇത് ലോകം അറിയേണ്ട നീതികേടാണ്. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന അവരുടെ അവകാശങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഈ ക്രൂര നിയമത്തെക്കുറിച്ച് റവാദാരി പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ 119 ആർട്ടിക്കിളുകൾ അടങ്ങിയ നിയമം? അഫ്ഗാൻ സ്ത്രീകൾക്ക് ഇനി നീതി ലഭിക്കില്ലേ? പരിശോധിക്കാം. 2026 ജനുവരി 7 താലിബാൻ സുപ്രീം ലീഡർ ഹിബത്തുള്ള അഖുൻസാദ ഈ പുതിയ ക്രിമിനൽ പ്രൊസീജിയർ റെഗുലേഷൻസ് ഒപ്പിട്ടത്. അതീവ രഹസ്യമായി നടപ്പിലാക്കിയ ഈ നിയമം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഇതിലെ ഏറ്റവും ഭയാനകമായ കാര്യം ആർട്ടിക്കിൾ 32 ഇതനുസരിച്ച് ഒരു ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചാൽ പോലും അത് ബോൺ ഫ്രാക്ചേഴ്സ്, അസ്ഥി ഒടിയുന്ന തരത്തിലോ മാംസം പിളരുന്ന തരത്തിലോ അല്ലെങ്കിൽ ശരീരത്തിൽ പാടുകൾ വീഴുന്ന തരത്തിലോ ഉള്ളതെങ്കിൽ അതൊരു കുറ്റമല്ല. ഇനി അസ്ഥി ഒടിഞ്ഞാൽ പോലും ഭാര്യ കോടതിയിൽ ചെന്ന് അത് തെളിയിക്കണം. എന്നാൽ താലിബാന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് പുരുഷ തുണയില്ലാതെ കോടതിയിൽ പോകാനോ നീതി തേടാനോ സാധിക്കില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് നൽകുന്ന ശിക്ഷയേക്കാൾ കുറവാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് ഈ നിയമത്തിൽ പറയുന്നത്. ഭാര്യയെ അതിക്രൂരമായി തല്ലിയാൽ പോലും ഭർത്താവിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വെറും 15 ദിവസത്തെ തടവ് മാത്രമാണ്. അതേസമയം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ സന്ദർശിച്ചാൽ അവൾക്ക് ലഭിക്കുന്നത് 3 മാസം വരെയുള്ള തടവാണ്. ഇതാണോ നീതി? ലോകം അടിമത്തം അവസാനിപ്പിച്ചിട്ട് കാലങ്ങളായി. എന്നാൽ ഈ പുതിയ നിയമത്തിലെ ഭീകരമായ മറ്റൊരു വശം ഇതാണ്: അടിമത്തം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 119 ആർട്ടിക്കിൾസ് ഉള്ള ഈ പുതിയ റെഗുലേഷനിൽ ഖുലാം എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന രീതിക്ക് താലിബാൻ നിയമസാധുത നൽകിയിരിക്കുന്നു. ആധുനിക ലോകം എവിടെ എത്തി നിൽക്കുന്നു? അഫ്ഗാനിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കും. ലേബൽ ചെയ്യപ്പെടാത്ത ഈ പുതിയ നിയമപ്രകാരം അഫ്ഗാൻ സമൂഹത്തെ 4 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മതപണ്ഡിതന്മാരാണ്, റിലീജിയസ് സ്കോളേഴ്സ്. ഇവർ എന്ത് തെറ്റ് ചെയ്താലും വെറും ഉപദേശം നൽകി വിട്ടയക്കാം. ഇവർക്ക് നിയമത്തിൽ നിന്ന് പ്രത്യേക പരിരക്ഷയുണ്ട്. രണ്ടാമത്തേത് പ്രഭുക്കന്മാർ അഥവാ നോബിൾസ്. ഇവർക്കും കടുത്ത ശിക്ഷകളില്ല. പിന്നെ വരുന്നത് മധ്യവർഗം, മിഡിൽ ക്ലാസ്. ഇനി ശേഷം താഴെത്തട്ടിലുള്ളവർ. ഈ സാധാരണക്കാർക്ക് മാത്രമാണ് ചാട്ടവാറടിയും ജയിൽ ശിക്ഷയും. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ല എന്ന ക്രൂരമായ വിവേചനമാണ് താലിബാൻ നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ ശബ്ദം പോലും താലിബാന് ഒരു ഭീഷണിയാണ്. പുതിയ നിയമപ്രകാരം സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഉറക്കെ സംസാരിക്കുന്നത് നിരോധിച്ചു. അവരുടെ ശബ്ദം വീടിന് പുറത്ത് കേൾക്കാൻ പാടില്ല. മാത്രമല്ല, സ്ത്രീകൾ പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് സദാചാര വിരുദ്ധമായി കണക്കാക്കി ശിക്ഷിക്കാം. പെൺകുട്ടികൾ പാടുന്നതും കവിത ചൊല്ലുന്നതും കടുത്ത നിയന്ത്രണത്തിലാണ്. ആൺ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല. എന്നാൽ പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ അവിടെ പെൺ ഡോക്ടർമാരുമില്ല. ഇതിന്റെ ഫലമായി 2026 അഫ്ഗാനിസ്ഥാനിലെ പ്രസവ മരണ നിരക്ക് 50% വർദ്ധിക്കുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ വാരം ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ശാരീരിക സുരക്ഷ പോലും നിയമപരമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, സ്ത്രീകൾക്ക് ജോലിയില്ല, സ്ത്രീകൾ പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ്. സദാചാര പോലീസ് വീടുകളിലും വിപണികളിലും നിരീക്ഷണം നടത്തുകയാണ്. ഹിജാബ് ശരിയല്ലെന്നോ ശബ്ദം പുറത്ത് കേട്ടെന്നോ പറഞ്ഞ് ഏത് നിമിഷവും സ്ത്രീകളെ പരസ്യമായി ശിക്ഷിക്കാം, പരസ്യമായി ചാട്ടവാറിന് അടിക്കാം. കോടതികളിൽ സാക്ഷി പറയാൻ പോലും സ്ത്രീകൾക്ക് പുരുഷ തുണയില്ലാതെ അനുവാദമില്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരിടത്ത് സ്ത്രീകളുടെ ജീവൻ ഒരു മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത നിയമങ്ങൾ നിലനിൽക്കുന്നു എന്നത് പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ ഇരുണ്ട യുഗം എന്നാണ് അവസാനിക്കുന്നത്? 2026 ജീവിക്കുമ്പോൾ ഒരു ജനത മുഴുവൻ ഇതുപോലെ ഒരു തുറന്ന ജയിലിൽ കഴിയുകയാണ്. സ്ത്രീകളെയും പെൺകുട്ടികളെയും വെറും അടിമകളായി കാണുന്ന ഈ കിരാത നിയമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം എപ്പോഴാണ് ശക്തമായി പ്രതികരിക്കുക? ഇതിനെ വെറും ഒരു ആഭ്യന്തര പ്രശ്നമായി തള്ളിക്കളയാൻ നമുക്കാകില്ല. ഈ മാറ്റങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകം കൂടുതൽ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ്.
വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അവസരമാണ്. ശത്രുവിന്റെ കോട്ടകൾ തകർക്കാനുള്ള സൈനിക കരുത്തും തകരുന്ന സാമ്പത്തിക ശക്തികളെ പോലും നിയന്ത്രിക്കാനുള്ള വിപണി കരുത്തും ഇന്ന് ഭാരതത്തിനുണ്ട്. അതിർത്തിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെയും ആഗോള നീക്കങ്ങളെയും നയതന്ത്രപരമായി നേരിടാൻ നമുക്ക് സാധിക്കട്ടെ. സമാധാനവും സുരക്ഷയും നിറഞ്ഞൊരു ഭാവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഗുഡ് നൈറ്റ്.